ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മുടിയുള്ള സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാണ് ചൈനയിലുള്ള ഹുവാങ്ലോ എന്ന് പറയുന്ന വില്ലേജ്. അവിടുത്തെ സ്ത്രീകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യാവോ വുമൺസ് എന്ന്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഹെയർ പാക്ക് എന്താണ്, അവരുടെ ഇത്രയും നീളമുള്ള മുടിയുടെ സീക്രട്ട് എന്താണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മുടിയുള്ള ഈ യാവോ സ്ത്രീകൾ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇത്രയും ലോങ് ഹെയറിൻ്റെ സീക്രട്ട് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ യാവോ സ്ത്രീകളിൽ എല്ലാവരും പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു മാജിക്കൽ ഹെയർ പാക്ക് ആണ് ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ. നമ്മൾ മുടി വളർത്താനായിട്ട് റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയല്ല അവർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളമാണ് മുടി വളർത്താനായിട്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു യാവോ സ്ത്രീകൾ യൂസ് ചെയ്യുന്നത് അരി കഴുകിയിട്ടുള്ള വെള്ളമാണ്. ആ ഒരു വെള്ളം നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഇവർ എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാവോ സ്ത്രീകളിൽ എല്ലാവർക്കും ഒരുപോലെ നീളമുള്ള മുടി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മാജിക്കൽ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ പാക്ക് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് അതിൽ ഇൻക്ലൂഡ് ആക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയല്ല നമ്മളിവിടെ എടുക്കേണ്ടത്, ഈ ഒരു പച്ചരിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഈ ഒരു വൈറ്റ് റൈസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെള്ളമാണ് നമ്മളെ മാജിക്കൽ ഹെയർ പാക്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് മിസ്സാവും. ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ ഈ ഒരു വൈറ്റ് റൈസ് ആണ്. അപ്പോൾ യാവോ സ്ത്രീകൾ അവരുടെ മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് റൈസ് വാട്ടർ എടുക്കുന്നത് ഈ ഒരു വൈറ്റ് റൈസിൽ നിന്നാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മുടങ്ങാതെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് അവരെല്ലാവരും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതും കാണാറുണ്ട്. അതുപോലെ സ്കാൽപ്പിലും ഹെയറിലും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഒരു റിവറിൽ പോയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഹെയർ കഴുകുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റൈസിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു റൈസ് വാട്ടർ എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് കിട്ടുന്ന വാട്ടറാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ആ ഒരു വെള്ളം ഒരു വൈറ്റ് കളറുള്ള വെള്ളമാണ് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. യാവോ സ്ത്രീകളിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ വരെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ നീളമുള്ള മുടിയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് എന്തായാലും അവരുടെ ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് തന്നെ ആയിരിക്കും. അതുകൂടാതെ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാവും എല്ലാവർക്കും ഒരുപോലെ നീളമുള്ള മുടി കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരി കഴുകിയ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അരി കഴുകിയിട്ട് അതിലുള്ള അഴുക്കൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കളയണം. അതുകൊണ്ട് തന്നെ ഞാൻ 2 പ്രാവശ്യം അരി കഴുകിയിട്ട് ആ ഒരു വെള്ളം കളഞ്ഞിട്ട് 3ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള റൈസ് വാട്ടർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൈസ് വാട്ടർ നമ്മുടെ മുടീനെ സിൽക്കി സോഫ്റ്റ് ആക്കി വെക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടിയുടെ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ടും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരി നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റി കളയുന്നുണ്ട്. ഇതുപോലെ 2 പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ തന്നെ അരി നന്നായിട്ടൊന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് അരിയിലുള്ള അഴുക്കൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞത്. ഇനി 3ാമത്തെ പ്രാവശ്യം നമ്മൾ ഈ ഒരു അരി കഴുകുന്ന സമയത്താണ് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു വൈറ്റ് കളർ വെള്ളം നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് അരിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് കളർ വെള്ളം ഇതിൽ നിന്ന് കിട്ടും. അരി കഴുകുന്ന സമയത്ത് ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വൈറ്റ് കളർ വെള്ളം ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അഴുക്കൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ടുള്ള വൈറ്റ് കളർ റൈസ് വാട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അത് അരിനെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഞെരടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറിലുള്ള വെള്ളം കിട്ടും. യാവോ സ്ത്രീകൾ
സ്ത്രീകൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഈ ഒരു ഹെയർ പാക്ക് 5 ദിവസം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചിട്ടാണ് അവർ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്, വേറൊരു മെത്തേഡാണ്. കാരണം നമ്മളിതിൽ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് പുളിപ്പിച്ച് കഴിയുമ്പോൾ ഏത് അവസ്ഥയിലായിരിക്കും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വേറൊരു മെത്തേഡാണ്. ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. നമുക്കിത് ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിലേക്കുള്ളൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി. ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ചെറിയ പീസായിട്ട് ഈ ഒരു റൈസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഓറഞ്ചിൻ്റെ തൊലി എങ്ങനെയാണ് മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത്. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓറഞ്ചിൽ വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടീനെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആൻഡ് ബൗൺസി ആക്കി വെക്കാനൊക്കെ ഓറഞ്ചിൻ്റെ തൊലി സഹായിക്കും. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ തന്നെ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടായാലും എടുത്ത് യൂസ് ചെയ്യാം. ആ ഒരു മെത്തേഡ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാത്തത്. ഈ ഒരു മെത്തേഡ് നമുക്ക് റെഡി ടു യൂസ് ആണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മിക്സിനെ നമുക്ക് ഇനി ഒന്ന് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഓറഞ്ചിൻ്റെ തൊലിയിലുള്ള വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ റൈസ് വാട്ടറിലേക്ക് ഇറങ്ങുന്നത് വരെയാണ് നമ്മൾ തിളപ്പിക്കേണ്ടത്. അപ്പോൾ ഞാനിത് എന്തായാലും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നമ്മുടെ റൈസ് വാട്ടറിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ തൊലിയിലുള്ള എല്ലാ വൈറ്റമിൻസും നമ്മുടെ റൈസ് വാട്ടറിലേക്ക് ഇറങ്ങുകയും നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ നന്നായിട്ട് അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് പിന്നെ അങ്ങനെ ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല. ഷാമ്പു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തലയിൽ നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് മാത്രമാണ് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഹെയർ ഓയിൽ പോവാനായിട്ട് ചെറിയ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്കിന് അങ്ങനെ ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു റൈസ് വാട്ടറിന് അങ്ങനെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. പരമാവധി തലയിൽ ഷാമ്പു അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ റൈസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ ചൂടാറി കഴിഞ്ഞപ്പോൾ ആ കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ആ ഒരു ഓറഞ്ച് കളർ മാറിയിട്ട് ചെറുതായിട്ട് ആ ഒരു കളർ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള യാവോ വുമൺസ് യൂസ് ചെയ്യുന്ന മാജിക്കൽ ഹെയർ പാക്ക്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ പക്ഷേ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രേ ബോട്ടിലാക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയിൽ നിന്നുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അനിയത്തിക്ക് ഇപ്പോൾ എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ അവൾ വീഡിയോയിൽ കാണാത്തത്. രാത്രിയാണ് ഞങ്ങൾ ഈ ഒരു പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.